ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം സങ്കീർത്തനങ്ങൾ 95, 97, 98, 99 എന്നിവയാണ്. ഈ സങ്കീർത്തനങ്ങൾ നാലും ഒരു കേന്ദ്ര സത്യത്തെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത്. അതായത് ദൈവം രാജാവാകുന്നു എന്ന സത്യം. സങ്കീർത്തനം 95 നമ്മെ ആരാധനയിലേക്കും അനുസരണയിലേക്കും വിളിക്കുന്നു. സങ്കീർത്തനം 97 ദൈവത്തിൻ്റെ ഭരണത്തെയും വിശുദ്ധിയെയും ആഘോഷിക്കുന്നു. 98-ാം സങ്കീർത്തനം ദൈവം അത്ഭുതങ്ങളെ ചെയ്തതിനാൽ സന്തോഷിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സങ്കീർത്തനം 99 രാജാവായ ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളെ 2 ശമൂവേലുമായി ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് കാണാം. 2 ശമൂവേലിൽ ദാവീദ് ഒരു ഭൗമിക സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങൾക്കും പിന്നിൽ നിലകൊള്ളുന്ന മഹാരാജാവ് യഹോവ തന്നെയാണ്. ദാവീദ് വിജയം അനുഭവിച്ചു, പരാജയവും അനുഭവിച്ചു. കുടുംബ ദുരന്തങ്ങളും കലാപങ്ങളും നേരിട്ടു. നിരസിക്കപ്പെടലും പുനഃസ്ഥാപനവും അനുഭവിച്ചു. അനിശ്ചിതത്വത്തിലൂടെയും കടന്നുപോയി. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഭൗമിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സിംഹാസനം മാറുന്നില്ല. സങ്കീർത്തനം 95 ആരംഭിക്കുന്നത് ഒരു ആഹ്വാനത്തോടെയാണ്. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. ഈ സങ്കീർത്തനം സ്തുതിയിൽ നിന്ന് സമർപ്പണത്തിലേക്കും സമർപ്പണത്തിൽ നിന്ന് മുന്നറിയിപ്പിലേക്കും നീങ്ങുന്നു. ആരാധിക്കേണ്ടതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ദൈവം മഹാരാജാവാണ്. അവിടുന്ന് ഭൂമിയുടെ സൃഷ്ടാവാണ്, തൻ്റെ ജനത്തിൻ്റെ ഇടയനുമാണ്. നാം ആരാധിക്കുന്നത് അകലെ നിൽക്കുന്ന ശക്തിയില്ലാത്ത ഒരു ദൈവത്തെ അല്ല. സമുദ്രത്തെ സൃഷ്ടിക്കുകയും ഉണങ്ങിയ നിലത്തെ രൂപപ്പെടുത്തുകയും തൻ്റെ ജനത്തെ തൻ്റെ കയ്യിൽ വഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എന്നാൽ പിന്നീട് സങ്കീർത്തനം പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറുന്നു. ആരാധിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അധരങ്ങളാൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഹൃദയത്തിൽ ദൈവത്തോട് എതിർപ്പ് കാണിക്കുന്നത് സാധ്യമാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ കണ്ടിരുന്നു. എന്നിട്ടും മരുഭൂമിയിൽ അവർ വീണ്ടും വീണ്ടും സംശയിക്കുകയും പിറുപിറുക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തു. അവരുടെ പ്രശ്നം തെളിവുകളുടെ അഭാവമായിരുന്നില്ല. അവരുടെ പ്രശ്നം കഠിനമായ ഹൃദയമായിരുന്നു. ദാവീദും ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ അനുഭവിച്ചവനായിരുന്നു. ശൗലിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു, അവനെ രാജ്യത്വം സ്ഥാപിച്ചു, അനേകം വിജയങ്ങൾ നൽകി. എന്നാൽ 2 ശമൂവേൽ കാണിച്ചു തരുന്നത് ദൈവകൃപ അനുഭവിച്ച ഒരാൾക്കും ആത്മീയമായി വീഴാൻ കഴിയുമെന്നാണ്. ബത്ശേബയുമായി ബന്ധപ്പെട്ട ദാവീദിൻ്റെ പാപം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ആത്മീയ അനുഭവങ്ങൾ ഇപ്പോഴത്തെ അനുസരണത്തിന് ഉറപ്പ് നൽകുന്നില്ല. ദൈവം മുമ്പ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വീഴാൻ കഴിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. സങ്കീർത്തനം 95 പറയുന്നത് ഇന്ന് എന്നാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള ഒരു പുതിയ പ്രതികരണം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് മാത്രം ചോദിക്കരുത്. അതോടൊപ്പം ചോദിക്കണം, ദൈവം ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണോ? സങ്കീർത്തനം 97 വളരെ ശക്തമായൊരു പ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്നത്. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാന സത്യം. ദൈവം രാജാവാകുന്നു. അവൻ്റെ സിംഹാസനം നീതിയിലും ന്യായത്തിലും സ്ഥാപിതമാണ്. മേഘവും ഇരുട്ടും അവനെ ചുറ്റിയിരിക്കുന്നു. തീ അവൻ്റെ മുൻപിൽ പോകുന്നു. പർവ്വതങ്ങൾ അവൻ്റെ സന്നിധിയിൽ മെഴുകുപോലെ ഉരുകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ അതിമഹത്തായ മഹത്വവും ശക്തിയും വിവരിക്കുകയാണ്. ചിലപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും നമുക്ക് ഉടനെ മനസ്സിലാകണമെന്നില്ല. അവിടെ മേഘവും കനത്ത ഇരുട്ടും ഉണ്ടാകാം. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയാത്ത സമയങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തെ വ്യക്തമായി കാണാൻ കഴിയാത്തത് ദൈവത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നല്ല. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. എല്ലാം തകർന്നത് പോകുന്നത് പോലെ തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. ശൗൽ അവനെ പിന്തുടർന്നു. അബ്ശാലോം അവനെതിരെ കലഹിച്ചു. ദാവീദിന് യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം മകൻ തന്നെ അവൻ്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ദാവീദ് വിശ്വസിച്ചിരുന്ന ചിലർ തന്നെ അവനെ വഞ്ചിച്ചു. അവൻ്റെ കുടുംബം ഭയാനകമായ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു. എന്നിട്ടും ദൈവത്തിൻ്റെ നിയമ നിർണയങ്ങളും വാഗ്ദത്തങ്ങളും തകർന്നു പോയില്ല.
അബ്ശാലോമിന് കുറച്ചു കാലത്തേക്ക് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനായേക്കാം. എന്നാൽ അബ്ശാലോം ഒരിക്കലും യഥാർത്ഥ രാജാവായിരുന്നില്ല. ദാവീദിന് യെരൂശലേം നഷ്ടപ്പെടാം, എന്നാൽ ദൈവത്തിന് തൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടില്ല. ഇത് നമുക്കുള്ള ശക്തമായൊരു സന്ദേശമാണ്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ അബ്ശാലോം വിജയിക്കുന്നത് പോലെ തോന്നാം. ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതം നിയന്ത്രണാതീതമായതുപോലെ തോന്നാം. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷ ബുദ്ധിമുട്ടേറിയതായി തോന്നാം. ചിലപ്പോൾ ആളുകൾ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ സങ്കീർത്തനം 97 പ്രഖ്യാപിക്കുന്നു, യഹോവ വാഴുന്നു. നമ്മുടെ ആത്മവിശ്വാസം സാഹചര്യങ്ങളിലെ സ്ഥിരതയിലല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിലാണ്. സങ്കീർത്തനം 98 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ഈ പുതിയ പാട്ടിൻ്റെ കാരണം ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനമാണ്. സങ്കീർത്തനം ദൈവം മുമ്പ് ചെയ്ത മഹത്തായ പ്രവൃത്തികളെ ഓർമ്മിപ്പിക്കുകയും ഭാവിയിൽ അവൻ നീതിയോടെ വിധിക്കുവാൻ വരുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു മനോഹരമായ ക്രമം കാണാം. ദൈവം പ്രവർത്തിക്കുന്നു, ദൈവജനങ്ങളത് കാണുന്നു, ദൈവജനങ്ങൾ സന്തോഷിക്കുന്നു, ദൈവജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കടൽ, നദികൾ, പർവ്വതങ്ങൾ എന്നിവ പോലും സന്തോഷിക്കുവാൻ വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം രാജാവ് ലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ വിധിക്കുവാൻ വരുന്നു. ദാവീദിൻ്റെ ജീവിതവും ഇത്തരത്തിലുള്ളൊരു പുതിയ പാട്ടിന് അനേകം കാരണങ്ങൾ നൽകുന്നു. അവൻ എത്രയോ തവണ വിടുവിക്കപ്പെട്ടു. അവൻ വേട്ടയാടപ്പെടപ്പെട്ടപ്പോൾ ദൈവം അവനെ സംരക്ഷിച്ചു. അവൻ നിരസിക്കപ്പെട്ടപ്പോൾ ദൈവം അവനെ ഉയർത്തി. അവൻ വഞ്ചിക്കപ്പെട്ടപ്പോൾ ദൈവം അവനെ താങ്ങി. അവൻ താൽക്കാലികമായി സിംഹാസനം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവനെ വീണ്ടും പുനഃസ്ഥാപിച്ചു. അവൻ്റെ പരാജയങ്ങൾക്ക് ശേഷവും ദൈവത്തിൻ്റെ കരുണ അവനെ ഉപേക്ഷിച്ചില്ല. സങ്കീർത്തനം 98 നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ ഇന്നലത്തെ സാക്ഷ്യങ്ങളെ മായ്ച്ചു കളയുവാൻ അനുവദിക്കരുത് എന്നാണ്. ദാവീദിന് പിന്നിലേക്ക് നോക്കി പറയാൻ കഴിഞ്ഞു, ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മളും അതേ ആത്മീയ ഓർമ്മ വളർത്തണം. ഒരു പുതിയ പ്രതിസന്ധി വരുമ്പോൾ കഴിഞ്ഞ കാലത്തെ വിടുതൽ ഓർക്കുക. ഭയം പറയും, ഇത്തവണ ദൈവം എന്നെ സഹായിക്കുകയില്ല എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷ്യം അതിന് ഇപ്രകാരം മറുപടി പറയട്ടെ: മുമ്പ് എന്നെ സഹായിച്ച ദൈവം ഇന്നും അതേ ദൈവമാണ്. സങ്കീർത്തനം 99 വീണ്ടും വീണ്ടും ഊന്നി പറയുന്ന ഒരു സത്യമുണ്ട്: അവൻ വിശുദ്ധൻ. ഈ സങ്കീർത്തനം ദൈവം ശക്തനാണെന്ന് മാത്രം പറയുന്നില്ല, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ വിശുദ്ധിയോടും നീതിയോടും ന്യായത്തോടും പൂർണ്ണമായി ചേർന്നിരിക്കുന്നു എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി 3 പ്രാവശ്യം പ്രത്യേകം ഊന്നി പറയുന്നു. അതിന് ശേഷം ചില ദൈവദാസന്മാരുടെ ഉദാഹരണങ്ങൾ നൽകുന്നു: മോശ, അഹരോൻ, ശമൂവേൽ. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം അവർക്ക് ഉത്തരം നൽകി. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അതോടൊപ്പം അവരുടെ ഉത്തരവാദിത്വവും കണക്കിലെടുത്തു. അതിനർത്ഥം പ്രാർത്ഥന ദൈവത്തോട് അശ്രദ്ധയായി ജീവിക്കുവാനുള്ള അനുവാദമല്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിത രീതിക്ക് പ്രാധാന്യമില്ല എന്ന് നമുക്ക് പറയാനാവില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം വിശുദ്ധനായ രാജാവാണ്. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു. എന്നാൽ അവൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മുകളിൽ അവനെ ഉയർത്തിയില്ല. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം നാഥാനെ അവൻ്റെ അടുക്കൽ അയച്ചു. ദാവീദിന് തൻ്റെ കിരീടത്തെ തൻ്റെ സംരക്ഷണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 2 ശമൂവേലിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണിത്. ദൈവകൃപ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കുന്നില്ല. ദാവീദിന് ക്ഷമ ലഭിച്ചു, എന്നാൽ അവൻ്റെ പാപത്തിന് പ്രത്യാഘാതങ്ങളും ഉണ്ടായി. അവൻ പുനഃസ്ഥാപിക്കപ്പെട്ടു, എന്നാൽ വേദനാജനകമായ ചില പ്രത്യാഘാതങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വന്നു. അതുകൊണ്ട് സങ്കീർത്തനം 99 ഓരോ ക്രിസ്ത്യാനിയെയും, പ്രത്യേകിച്ച് ശുശ്രൂഷയിലും നേതൃത്വത്തിലും ഉള്ളവരെയും ശക്തമായി വെല്ലുവിളിക്കുന്നു. നാം രാജാവിനെ പ്രതിനിധീകരിക്കുന്നവരാകാം, എന്നാൽ ഒരിക്കലും രാജാവിന് മുകളിൽ നിൽക്കുന്നവരല്ല. നാം 2 ശമൂവേലിനെ ഈ സങ്കീർത്തനങ്ങളോടൊപ്പം വായിക്കുമ്പോൾ 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണാം. 2 ശമൂവേൽ ഭൂമിയിലെ കഥ നമ്മെ കാണിക്കുന്നു. ദാവീദ് യുദ്ധങ്ങൾ നേരിടുന്നു, കുടുംബ പ്രശ്നങ്ങളുമായി പോരാടുന്നു, കലാപങ്ങളെ നേരിടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ ഈ ഭൂമിയിലെ സംഭവങ്ങളുടെ പിന്നിലുള്ള സ്വർഗീയ യാഥാർത്ഥ്യം നമ്മെ കാണിക്കുന്നു. ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കാം, എന്നാൽ യഥാർത്ഥ രാജാവ് ദൈവമാണ്. ദാവീദ് യുദ്ധങ്ങളിൽ വിജയിക്കാം, എന്നാൽ വിടുവിക്കുന്നവൻ ദൈവമാണ്. ദാവീദ് ഇസ്രായേലിനെ നയിക്കാം, എന്നാൽ ഇടയൻ ദൈവമാണ്. ദാവീദ് തെറ്റുകൾ ചെയ്യാം, എന്നാൽ ദൈവം വിശുദ്ധനും നീതിമാനുമായി തുടരുന്നു. ദാവീദിന് താൽക്കാലികമായി യെരൂശലേം നഷ്ടപ്പെടാം, എന്നാൽ ദൈവത്തിന് ഒരിക്കലും തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുന്നില്ല. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ദൈവത്തെ വ്യാഖ്യാനിക്കരുത്. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ വ്യാഖ്യാനിക്കണം. സാഹചര്യങ്ങൾ മാറിയാലും ദൈവം മാറിയിട്ടില്ല. ആളുകൾ മാറിയാലും ദൈവം മാറിയിട്ടില്ല. നമ്മുടെ സ്ഥാനം മാറിയാലും ദൈവം മാറിയിട്ടില്ല. നാം ഇരുട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും യഹോവ ഇപ്പോഴും വാഴുന്നു. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് ഈ സങ്കീർത്തനങ്ങൾ തരുന്ന അർത്ഥം എന്താണ്?
ഒന്നാമതായി, ജീവിതം നല്ലതായതുകൊണ്ട് മാത്രമല്ല, ദൈവം രാജാവായതുകൊണ്ട് അവനെ ആരാധിക്കുക. സങ്കീർത്തനം 95 നമ്മെ ആരാധിക്കുവാൻ പഠിപ്പിക്കുന്നു. 97 ദൈവം വാഴുന്നുവെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മുടെ പദ്ധതി പോലെ നടക്കുമ്പോൾ മാത്രം നമ്മുടെ ആരാധന ഉണ്ടാകരുത്. ഉത്തരം അതെ എന്നാണെങ്കിൽ അവനെ ആരാധിക്കുക, കാത്തിരിക്കൂ എന്നാണെങ്കിൽ അവനെ ആരാധിക്കുക, ഇല്ല എന്നതുപോലെ തോന്നിയാലും അവനെ ആരാധിക്കുക. അവൻ ആരാണെന്ന കാരണത്താൽ തന്നെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. രണ്ടാമതായി, വിജയം ദൈവാശ്രയത്തിന് പകരമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ദാവീദ് വലിയ വിജയങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ വിജയം അവൻ ആത്മീയമായി അപകടകരമായ ഒരു അന്തരീക്ഷവും സൃഷ്ടിച്ചു. ചിലപ്പോൾ കഷ്ടത നമ്മെ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വിജയം ചിലപ്പോൾ നമ്മെ കുറച്ച് പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് നാം ഇങ്ങനെ പറയാൻ പഠിക്കണം: കർത്താവേ, ഞാൻ ഗോലിയാത്തിനോട് പോരാടുമ്പോൾ മാത്രമല്ല, സുഖമായി സിംഹാസനത്തിലിരിക്കുമ്പോഴും എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അപകടം എല്ലായ്പ്പോഴും പുറത്തുള്ള യുദ്ധമല്ല, ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള അമിതമായ ആത്മവിശ്വാസമാണ്. മൂന്നാമതായി, ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള നമ്മുടെ ഹൃദയം മൃദുവായി സൂക്ഷിക്കുക. സങ്കീർത്തനം 95 പറയുന്നത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നാണ്. ദൈവം സംസാരിക്കുന്നുണ്ടോ എന്നതല്ല ചോദ്യം, നാം കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കഠിനമായ ഹൃദയം ക്രമേണ രൂപപ്പെടുന്നു. ഒരു ആത്മീയ ബോധ്യത്തെ നാം അവഗണിക്കുന്നു, പിന്നെ മറ്റൊന്നും. ഒരു വിട്ടുവീഴ്ചയെ നാം ന്യായീകരിക്കുന്നു, പിന്നെ മറ്റൊന്നും. അവസാനം ഒരിക്കൽ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നമ്മെ അലട്ടാതെയാകുന്നു. അതുകൊണ്ട് വേഗത്തിൽ കേൾക്കുക, വേഗത്തിൽ മാനസാന്തരപ്പെടുക, വേഗത്തിൽ അനുസരിക്കുക. നാലാമതായി, ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുക. സങ്കീർത്തനം 98 പറയുന്നത് അവൻ അത്ഭുത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് നല്ലൊരു ആത്മീയ ഓർമ്മ ആവശ്യമാണ്. ഓർക്കുക, ദൈവം നമ്മെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എന്തെല്ലാം ക്ഷമിച്ചു, എങ്ങനെ കരുതി, എങ്ങനെ സംരക്ഷിച്ചു, എങ്ങനെ വാതിലുകൾ തുറന്നു. നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ ദൈവം എങ്ങനെ നിങ്ങളെ താങ്ങി. ഇന്നലത്തെ നിങ്ങളുടെ സാക്ഷ്യം നാളത്തെ നിങ്ങളുടെ ശക്തിയാകാം. അഞ്ചാമതായി, ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തട്ടെ. സങ്കീർത്തനം 99 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാജാവ് വിശുദ്ധനാണ് എന്നതാണ്. അതുകൊണ്ട് ക്രിസ്തീയത എന്നത് പള്ളിയിൽ വരിക, പാട്ടുകൾ പാടുക, പ്രാർത്ഥിക്കുക, അത് വേദപുസ്തകം അറിയുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ രാജാവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജനമായി മാറുക എന്നതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ആരാധന സ്വാധീനിക്കേണ്ടുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ, നമ്മുടെ സ്വകാര്യ ചിന്തകളിൽ, നമ്മുടെ നേതൃത്വത്തിൽ, നാം സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ, ആരും കാണാത്ത സമയത്തുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ, പള്ളിയിൽ നാം പ്രഖ്യാപിക്കുന്ന വിശുദ്ധി വീട്ടിലും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകണം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ആരാണിരിക്കുന്നത്? എൻ്റെ തീരുമാനങ്ങളുടെ മേൽ യഥാർത്ഥ അധികാരം ആർക്കാണ്? എൻ്റെ ആഗ്രഹങ്ങൾക്കാണോ, സാഹചര്യങ്ങൾക്കാണോ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കാണോ, അതോ ദൈവത്തിനോ? 2, ദൈവം ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത്? കഴിഞ്ഞ കാലത്തെ ദൈവം എന്ത് ചെയ്തു എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ദൈവം എന്നോട് എന്താണ് പറയുന്നത്. ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ അനുസരിക്കുന്നുണ്ടോ? സങ്കീർത്തനങ്ങൾ 95, 97, 99, 2 ശമൂവേലും ഒരുമിച്ച് നമുക്ക് വളരെ മനോഹരമായ ഒരു ചിത്രം നൽകുന്നു. ദാവീദിൻ്റെ സിംഹാസനം കുലുങ്ങിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സിംഹാസനം കുലുങ്ങുകയില്ല. ദാവീദ് പരാജയപ്പെടാം, എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധി മാറുകയില്ല. ദാവീദ് തൻ്റെ വഴി തെറ്റിപ്പോകാം, എന്നാൽ ദൈവത്തിൻ്റെ നിയമനിഷ്ഠ നിലനിൽക്കും. ദാവീദിന് യെരൂശലേം താൽക്കാലികമായി നഷ്ടപ്പെടാം, എന്നാൽ ദൈവത്തിന് ഒരിക്കലും തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നാമും നമ്മുടെ ജീവിതത്തിലെ ശമൂവേൽ പുസ്തക കാലഘട്ടങ്ങളിലൂടെ, അതായത് സംഘർഷം, നിരാശ, കുടുംബ പ്രശ്നങ്ങൾ, അനിശ്ചിതത്വം, പരാജയം, പുനഃസ്ഥാപനം എന്നിവയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനങ്ങളുടെ സന്ദേശം മുറുകെ പിടിക്കാം. വരിക, ആരാധിക്കുക, അവൻ്റെ ശബ്ദം കേൾക്കുക, ഹൃദയം കഠിനമാക്കരുത്, അവൻ്റെ മഹത്തായ പ്രവൃത്തികൾ ഓർക്കുക, അവൻ്റെ വാഴ്ചയിൽ വിശ്വസിക്കുക, അവൻ്റെ വിശുദ്ധിയിൽ നടക്കുക, സന്തോഷിക്കുക, കാരണം യഹോവ രാജാവാകുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസം. എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ രാജാവല്ല, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ രാജാവല്ല, എൻ്റെ പരാജയങ്ങൾ എൻ്റെ രാജാവല്ല, മനുഷ്യർ എൻ്റെ രാജാവല്ല, യഹോവ വാഴുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.